ഹായ്, എൻ്റെ പേര് ഫാരിസ് എന്നാണ്. ആദ്യം തന്നെ ഞാൻ എന്നെപ്പറ്റി തന്നെ പറയാം. ഞാൻ 3 വർഷം ജെഇക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായി ജെഇനെ പറ്റി കേൾക്കുന്നത് 10 കഴിഞ്ഞിട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയിൽ ഇങ്ങനെ ഒരുപാട് വിദ്യാഭ്യാസപരമായി അങ്ങനെ എനിക്ക് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയ എനിക്ക് കസിൻസും അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ലേറ്റായിട്ടാണ് ഈ ജെഇനെ പറ്റി കേട്ടത്. അപ്പോൾ അങ്ങനെ ഞാൻ കേട്ട ശേഷം ആദ്യം തന്നെ +1 +2 ആയിട്ട് ഞാൻ ഒരു ലോങ് ടൈം ബാച്ചിൽ ആദ്യം തന്നെ പോയി ജോയിൻ ചെയ്തു. അതും ഓഫ്‌ലൈനായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ എനിക്ക് അവിടുന്ന് ഒരു കുറേ മൊഡ്യൂൾസും ബുക്കെല്ലാം കിട്ടി. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ലോങ് ടൈം. എന്നിട്ട് ആ എക്സാം എഴുതി കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഒരു 69% സംതിങ് ആണ് എനിക്ക് സ്കോർ കിട്ടിയുള്ളൂ. ഇതിന് വെച്ച് ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇനി ഡ്രോപ്പ് എടുക്കണോ എന്താ ചെയ്യണ്ടേ, അതിനുള്ള ഭയങ്കര കൺഫ്യൂഷൻ. എനിക്ക് ചോദിക്കാൻ പറ്റിയ ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ അങ്ങനെ ആരുമില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു അജ്മൽ എന്ന് പറഞ്ഞ ഒരു സാറിനെയാണ് വിളിച്ച് ഇതിനെപ്പറ്റി ചോദിച്ചത്. പുള്ളി കാര്യമായിട്ടാണ് പറഞ്ഞത്. ഓവറായിട്ട് മോട്ടിവേറ്റും ചെയ്തില്ല, ഓവറായിട്ട് ഡിമോട്ടിവേറ്റും ചെയ്തില്ല. ഇങ്ങനെ കുറച്ച് ക്രൈറ്റീരിയാസൊക്കെ പറഞ്ഞു. ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നീ റിപ്പീറ്റിന് പോയിക്കോ അങ്ങനെ പറഞ്ഞു. ഞാൻ അതൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുക്കാതെ തന്നെയാണ് ഞാൻ റിപ്പീറ്റിന് പോയത്. എൻ്റെ റിപ്പീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഓൺലൈനായിട്ടാണ് റിപ്പീറ്റ് ക്ലാസ് എടുത്തത്. പിന്നെ അതൊരു അഡ്വാൻസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയത് ബുക്സ് എല്ലാം അഡ്വാൻസ്ഡിൻ്റെതാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ബുക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെഇ മെയിൻസിനും ജെഇ അഡ്വാൻസ്ഡിനും ഒരേപോലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ബ്രില്യൻറ്റിലെ മൊഡ്യൂൾസ് ഉണ്ട്. അതുകൂടാതെ എൻ്റെ കയ്യിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1 +2യുടെ കൂടെ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ലോങ് ടൈം ബാച്ചിൽ നിന്ന് കിട്ടിയ ബുക്സ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്. അതുകൂടാതെ ഒരു ബുക്കും കൂടെയും ഉണ്ട്. ഒരു ബുക്കല്ല, ഒരു സെറ്റ് ഓഫ് ബുക്സ് ഉണ്ട്. പബ്ലിക്കേഷൻസിൻ്റെ കെമിസ്ട്രിയുടെ രണ്ട് സെറ്റ് ബുക്കും അതുപോലെ തന്നെ ഫിസിക്സിൻ്റെ 3 സെറ്റ് ബുക്കും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെഇ മെയിൻസിനോ ജെഇ അഡ്വാൻസ്ഡിനോ നീറ്റിനോ നിങ്ങൾക്ക് ഏത് എൻട്രൻസ് എക്സാം വേണോ അതിനെല്ലാം പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ അടിപൊളി ബുക്കാണ്. അതിന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിനകത്ത് എന്തൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. അഡ്വാൻസ് ലെവലിൽ, മെയിൻസ് ലെവലിൽ, അങ്ങനെയാണ് ആ ബുക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ആ ബുക്സ് എല്ലാം ഇപ്പോൾ തന്നെ കാട്ടിത്തരാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എൻ്റെ ലോങ് ടൈം ബാച്ചിൽ, അതായത് ഞാൻ +1 +2യുടെ കൂടെ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന എനിക്ക് അവിടെ നിന്ന് കിട്ടിയ മൊഡ്യൂൾസും ബുക്കെല്ലാം കാട്ടിത്തരാം. അപ്പോൾ ഇത് തുറക്കുമ്പോൾ ആദ്യം തന്നെ എടുത്ത് കാണാൻ പറ്റുന്നത് ആസ് യൂഷ്വലി ഇനി ഇൻഡെക്സ് പേജാണ്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് തരുന്ന ബുക്കാണ്. അപ്പോൾ അതിനകത്ത് കുറേ കൺസെപ്റ്റ്സ് എഴുതിയിട്ടുണ്ടാവും, ഇക്വേഷൻസ്, എല്ലാ കാര്യങ്ങളും, ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളും NCERT കൊടുത്തുന്ന കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിനകത്തൊരു ലെവൽ 1 ക്വസ്റ്റ്യൻ വരും. അത് കഴിഞ്ഞിട്ട് ലെവൽ 2 ക്വസ്റ്റ്യൻ വരും. അങ്ങനെയാണ് ഈ ബുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ കൊടുത്തേക്കണതെന്ന് പറയുന്നത്. അപ്പോൾ ഈ പഠിക്കാനുള്ള ബാക്കി ബുക്കുകളും ഏകദേശം ഇതേ മോഡലിൽ തന്നെ, അതായത് ഇതേപോലെ തന്നെ ഫിസിക്സിൻ്റെ ഉണ്ടാവും, മാത്സിൻ്റെയും ഉണ്ടാവും. അതുകൂടാതെ തന്നെ ഇതൊക്കെ ചെയ്തു നോക്കിയാൽ നമുക്ക് സെൽഫായിട്ട് തന്നെ ഇതിൻ്റെ ആൻസർ കീ നോക്കാം. അതുകൂടാതെ അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും അതിൻ്റെ ബാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. ഇതേ സെയിം സംഭവം തന്നെയാണ് ഈ ഫിസിക്സിലും വരണത് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം, എന്നിട്ട് അടുത്ത ബുക്ക് നോക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് ലോങ് ടൈമിലൊരു വർക്ക് ബുക്കായിരുന്നു. ഇതിൻ്റെ അകത്ത് കുറേ പാർട്ടായിട്ടാണ് വരിക. ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, അതിൽ തന്നെ +2ലും ഒരു പാർട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തുടക്കത്തിൽ തന്നെ കുറച്ച് ബേസിക് മാത്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഡയറക്റ്റ് പ്രോബ്ലത്തിലേക്കാണ് പോവുക. പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലത്തിന് തൊട്ട് മുമ്പായിട്ട് ആ ചാപ്റ്ററിൽ അറിയേണ്ട അത്യാവശ്യം ഇക്വേഷൻസ് ഒക്കെ എഴുതിയിട്ടൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് പ്രോബ്ലം ചെയ്യുക. ഇതിൻ്റെ അകത്ത് ലെവൽ 1 മാത്രമേ ഉള്ളൂ സത്യത്തിൽ. ഞാൻ ആ സമയത്തെടുത്തത് സൂപ്പർ ബാച്ചൊന്നും അല്ലായിരുന്നു, സാധാരണ ബാച്ചായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ലെവൽ 1 മാത്രമുള്ളത്. വേറെ ബാച്ചിൽ ലെവൽ 2 ഒക്കെ ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു കാര്യം. അതേപോലെ തന്നെ ബാക്കിയുള്ള ഈ മൊഡ്യൂള് +1ലെ സെക്കൻഡ് മൊഡ്യൂള്, പിന്നെ +2ലെ ഒരു മൊഡ്യൂളും കൂടെ ഉണ്ട് അതിന് തൊട്ട് താഴെ ഇരിക്കണേ. ഈ മൊഡ്യൂളും സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അത് വീണ്ടും ഞാൻ കാണിച്ചത് വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടണില്ല. പിന്നെ എനിക്ക് കിട്ടിയത് കീമിൻ്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരു 9 ഇയേഴ്സിലെ. ഇത് ഞാൻ ഒരുപാടൊന്നും ഉപയോഗിച്ചൊന്നുമില്ല. അത്യാവശ്യം കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ട്, അത്യാവശ്യം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നോക്കിയിട്ടുണ്ടെന്നല്ലാതെ ഒരുപാട് ഉപയോഗിച്ചില്ല. ബട്ട് ഇതൊരു അടിപൊളി ബുക്കാണ്. ഈ ബുക്ക് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ആൻസർക്ക് എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ ബുക്കായിരുന്നു ജനുവരിയിലെ ജെഇയുടെ എക്സാം പേപ്പേഴ്സ്. ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റ് മാത്രമാണ് എഴുതിയിട്ടുള്ളൂ, ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതിയിട്ടുണ്ടായില്ല. പിന്നെ കിട്ടിയ ബുക്കുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി ബുക്കാണിത്. ബ്രെയിൻ പോയിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എല്ലാ ചാപ്റ്ററിലെയും കൃത്യമായിട്ട് എല്ലാ പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും അതിനകത്തുള്ള ഇക്വേഷൻസും അത്യാവശ്യം നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മളൊരു പ്രാവശ്യം ക്ലിയർ ആയിട്ടൊരു ചാപ്റ്റർ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരൊറ്റ ബുക്ക് മറിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക്
സാധാരണ ബോർഡിന് എക്സാം എഴുതാൻ പോകുന്നതാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ഫിസിക്സിനും കെമിസ്ട്രിക്കും മാത്സിനും ഉണ്ട്. ഇതാണ് പിന്നെ എൻ്റെ കയ്യിലുള്ള സ്പെഷ്യൽ ബുക്സ്. ഇത് ഫിസിക്സിൻ്റെ 3 സെറ്റും കെമിസ്ട്രിയുടെ 2 എണ്ണമാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് നോക്കുകയാണെങ്കിൽ ഇത് JEE നീറ്റ് അതേപോലെ തന്നെ എല്ലാ തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തേക്കുന്ന ബുക്കാണ്. ഇതിൻ്റെ ഇൻഡെക്സ് നോക്കി തന്നെ കാണാൻ ഭയങ്കര അടിപൊളിയായിട്ടാണ് കൊടുത്തേക്കണേ. ഇതിനകത്ത് കണ്ട് ഞാൻ മെമ്മറി ടിപ്സ്, കൺസെപ്റ്റ്സ് അങ്ങനെ ഓരോന്നും വ്യത്യാസമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ചാപ്റ്റർ എക്സാമ്പിളായിട്ട് എടുത്ത് നോക്കാം. തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ കൺസെപ്റ്റും അതിനകത്ത് വേണ്ട ഇക്വേഷൻ എല്ലാം കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെമ്മറി ടിപ്സ് എന്ന് പറഞ്ഞ പ്രത്യേക ഒരു സ്ഥലം, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ വേറൊരു സ്ഥലം, അതേപോലെ കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് വേറെ, അതുപോലെ കൺസെപ്റ്റ്, പിന്നെ JEE അഡ്വാൻസർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്, C++ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഭയങ്കര അടിപൊളിയായിട്ടാണ് ഈ ബുക്കിൽ കാണാൻ പറ്റണത്. അതേപോലെ തന്നെയാണ് ബാക്കി ഇതേ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും സെയിം തന്നെയാണ്. ഇത് നമുക്ക് കെമിസ്ട്രി നോക്കാം. കെമിസ്ട്രിയുടെ ഇൻഡെക്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഏകദേശം സെയിം. ബട്ട് ഇത് കുറച്ചുകൂടെ പുതിയ ബുക്കായതുകൊണ്ട് കുറച്ചുകൂടെ രസമായിട്ടാണ്. ഇത് കുറച്ചുകൂടെ ബോർഡും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് എക്സാമൊക്കെ നോക്കാൻ പാകത്തിനുള്ള രീതിയിലാണ് കൊടുത്തേക്കണത്. ഇതിനകത്ത് നോക്കാനാണെങ്കിൽ ഇങ്ങനെ ആദ്യം ചാപ്റ്ററിനെ പറ്റി ഇമ്പോർട്ടൻ്റ് ആയ ടേബിൾസ് അതെല്ലാം അങ്ങനെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇങ്ങനെ റിമെമ്പർ ചെയ്യേണ്ട പോയിൻറ്റ്സൊക്കെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ NCERTയിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ് അങ്ങനെ എല്ലാം തന്നെ ഉണ്ട്. ഇനിയുള്ളത് എൻ്റെ റിപ്പീറ്റിൻ്റെ ടൈമിൽ എനിക്ക് ബ്രില്യൻറ്റിൽ നിന്ന് കിട്ടിയ ബുക്സാണ്. ഇതെല്ലാം അടിപൊളി ബുക്സ് തന്നെയാണ്. ഈ ബുക്സിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണ്ടവർക്ക് ഞാൻ മുകളിൽ ഐ ബട്ടണിൽ അതിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. വേണ്ടവർ കണ്ടു നോക്കുക. ഈ ബുക്കിൻ്റെ എല്ലാം ഗീവ് അവേയുടെ ഡീറ്റെയിൽസും എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാനായിട്ട് ഞാൻ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും ജോയിൻ ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് അടുത്തതായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയാനുള്ള കാര്യം കമൻസിൽ സജസ്റ്റോടുകയും ചെയ്യുക.